അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 128. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ മക്ക എന്ന പുണ്യ രാജ്യത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അള്ളാഹു പറഞ്ഞ ഭാഗം, അത് വിശദീകരിക്കുമ്പോൾ നാം പറഞ്ഞതാണ്, മക്കയെ പിടിച്ച് ഇത്രയധികം സത്യം ചെയ്യാൻ എന്താണ്, മക്കയുടെ ബഹുമാനം എന്താണ്, നാളെ പറയാം എന്ന് പറഞ്ഞു മാറ്റിവെച്ചതാണ്. അതിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന് മക്കയിൽ സ്ഥിരതാമസക്കാരനായിരുന്ന അബ്ദുറഹീം ഇബ്നു അനസിന് റമാദി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ദീനും ഇബാദത്തും സൽപ്പേരുമൊക്കെയുള്ളയാൾ. പക്ഷേ വേണ്ടത്ര ദുനിയാവില്ലായിരുന്നു, സാമ്പത്തിക അഭിവൃദ്ധിയില്ലായിരുന്നു. സാമ്പത്തികാഭിവൃദ്ധി, വല്ല കച്ചവടമോ മറ്റോ ലക്ഷ്യം വെച്ച് അദ്ദേഹം മക്കയിൽ നിന്ന് യമനിലേക്ക് പുറപ്പെടാൻ ഉദ്ദേശിച്ചു. ഈ വിവരം ഹസൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു മക്കയിൽ തന്നെ തുടർന്ന് താമസിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു കത്തെഴുതി. ആ കത്താണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ കത്തിൻ്റെ പേര് ഫളായിലു മക്ക എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരനെ ഉപദേശിക്കാൻ വേണ്ടി ഹസനുൽ ബസ്രി എഴുതിയ കത്തും ഒരു കിതാബാണ് എന്നർത്ഥം. ഫളായിലു മക്ക എന്ന കിതാബ്, ഹസനുൽ ബസ്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ കിതാബ് സത്യത്തിൽ തൻ്റെ കൂട്ടുകാരൻ എഴുതിയ കത്താണ്. ഏതാവട്ടെ, ബിസ്മി ഹംദ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്ത് അദ്ദേഹം വിഷയത്തിലേക്ക് കടന്നു വരുന്നു. ആമുഖങ്ങളൊക്കെ ചുരുക്കുകയാണ്. പൊന്നു സുഹൃത്തെ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ട ഒരു വാർത്ത ശരിയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഹറമിൽ നിന്ന് നിങ്ങൾ പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നു, യമനിലേക്ക് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത സത്യമാണെങ്കിൽ, വല്ലാഹി ഇന്നി കരിഹ്തു ദാലിക്, എനിക്കതിൽ ഒട്ടും തൃപ്തിയില്ല. ഞാൻ നിങ്ങളുടെ ഈ തീരുമാനത്തെ വെറുക്കുകയാണ്. എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു, വല്ലാത്ത ടെൻഷനിലായി ഞാനിത് കേട്ടപ്പോൾ. നിങ്ങളെ പിശാച്ച് മക്കയിൽ നിന്ന് പുറം ചാടിക്കാനുള്ള ശ്രമമാണ്, പുറത്തു ചാടിക്കാനുള്ള ശ്രമമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫയാ അജബം മിൻ അഖ്ലിക്, നിങ്ങളുടെ ബുദ്ധിക്കെന്തു പറ്റി? ഞാൻ അത്ഭുതപ്പെടുന്നു. നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? നിങ്ങൾ സ്വന്തമായി തീരുമാനിച്ചിരിക്കുകയാണ് മക്കയിൽ നിന്ന് വിടണമെന്ന്. അള്ളാഹുവാണ് നിങ്ങൾക്ക് മക്കയിൽ താമസം ഉറപ്പിച്ചത്, അള്ളാഹുവിൻ്റെ ഹറമിൽ. ആ ഹറം നിവാസിയാക്കി മാറ്റിയത് അള്ളാഹുവാണ്. അതിനെന്നും ശുക്ർ ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ അവിടെ വെച്ച് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലിയാണ്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹ് പറഞ്ഞ കൂലിയാണ്. ഇത്രയും ഇരട്ടി ഇബാദത്തുകളുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകാൻ റബ്ബ് തീരുമാനിക്കുമ്പോൾ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന നിങ്ങൾ സത്യത്തിൽ വിഡ്ഢിത്തമാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട് വഇയ്യാക സുമ്മ ഇയ്യാക യാ അഖി വൽ ഖുറൂജ മിൻഹാ വൽ ഇൻസിആജ അൻഹാ. മക്കയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്, മക്കയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുള്ളത് ഫഇന്നക ഫീ ഖൈരി അർളിൻ വഅഹബ്ബി അർളില്ലാഹി ഇലൈഹി, അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഉത്തമമായ ഭൂമിയിലാണ്. മാത്രമല്ല അങ്ങേയറ്റം സ്ഥാനമുള്ള ഭൂമിയിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നിട്ട് കത്തു തുടരുകയാണ്. അല്ലാഹു തആല മക്കൾക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ വലിയ ബഹുമാനമാണ് നൽകിയത്. മക്കയെക്കുറിച്ചുള്ള പരാമർശം അള്ളാഹു എത്ര സ്ഥലത്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എന്നിട്ട് തുടങ്ങുന്നു അദ്ദേഹം സൂറത്തു ആലു ഇംറാനിലെ 96-97 വചനങ്ങൾ ആദ്യം പറഞ്ഞു. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീമ വമൻ ദഖലഹു കാന ആമിന എന്ന് പറഞ്ഞ
ആ മണ്ണല്ലേ മക്ക. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്ക. തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ആദ്യത്തെ വീട്, ആദ്യത്തെ ആരാധനാലയം ലല്ലദീ ബിബക്ക, മക്കയിലുള്ള വീടാകുന്നു. മുബാറക്കൻ, ബറക്കത്താക്കപ്പെട്ട ആ വീടാകുന്നു, ആ ഗേഹമാകുന്നു, അഥവാ പരിശുദ്ധ കഅബാലയമാണ്, കഅബ മന്ദിരമാണ് എന്നർത്ഥം. മക്കയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ബക്ക എന്ന്. ബിബക്ക ആ പേര് വരാൻ കാരണം, പ്രസിദ്ധമായ ഈ പേര്, മക്കയുടെ പ്രസിദ്ധമായ നാമങ്ങളിൽപ്പെട്ട ഒന്നാണ് ബക്ക. ഈ പേര് വരാൻ കാരണം ബക്ക എന്ന് പറഞ്ഞാൽ തകർത്തെറിയുന്നത് എന്നാണ്. അബ്രഹത്തിനെയും കൂട്ടരെയും, കഅബ പൊളിക്കാമെന്ന അബ്രഹത്തിനെയും കൂട്ടരെയും തകർത്തെറിഞ്ഞ മക്ക. അതുപോലെ തന്നെ ആര് മക്കയോട് കളിക്കാൻ വന്നോ അവരുടെ മുതുകൊടിക്കും, അവരുടെ പിരടി ഒടിച്ചു കളയും, അവരുടെ കഴുത്തൊടിച്ചു കളയും മക്ക. മക്ക തകർത്ത് കളയാത്ത ഒരു വമ്പനുമില്ല. അതാണ് ബക്ക, തകർത്ത് കളയുന്ന മണ്ണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ബക്ക എന്നതിന് മറ്റൊരർത്ഥം തിരക്ക് പിടിച്ച ഭൂമി എന്നാണ്. എപ്പോഴും മക്കയിൽ അള്ളാഹുവിൻ്റെ സന്നിധാനത്തിൽ അഭയം തേടിയ ആ ആളുകളുടെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മഗ്ഫിറത്ത് തേടി വരുന്ന ആളുകളുടെ, തീർത്ഥാടകരുടെ തിരക്കായിരിക്കും എപ്പോഴും മക്കയിൽ. അതാണ് ബക്ക എന്ന് പേര് വരാൻ കാരണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അവിടെ മക്കയെ പരാമർശിച്ചിട്ടുണ്ട്. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്കുള്ള മാർഗദർശനവുമാണ് അത്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം, ആ പരിശുദ്ധ കഅബാലയത്തില്, മക്കയിലാണല്ലോ കഅബാലയമുള്ളത്, ആ കഅബാലയത്തിൽ ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ വ്യക്തമായ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. അതായത് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം മഖാമ് ഉണ്ടവിടെ. വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഏറെയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഒറ്റ ഒന്ന് മാത്രമാണ് പരാമർശിക്കുന്നത്, അതായത് മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം മഖാമ് എന്ന് പറഞ്ഞത് ആയാത്തും ബയ്യിനാത്ത് എന്ന് പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് പറയാൻ പറ്റിയതാണ്. ഇബ്രാഹിം മഖാം എന്ന് പറയുന്നത് കേവലം ഒരു ദൃഷ്ടാന്തമല്ല, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുടെ സംഗമമാണത്. ഏതാവട്ടെ, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എന്തൊക്കെയാണ് കഅബാലയത്തിന് ചുറ്റുമുള്ള ദൃഷ്ടാന്തങ്ങൾ? ഒന്ന്, കഅബയുടെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് തന്നെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്ന കറുത്ത കല്ല് പാലിനേക്കാൾ, സ്വർഗത്തിൽ നിന്ന് വന്ന വെളുത്ത കല്ല് പാലിനേക്കാൾ വെളുത്തതായിരുന്നു അത്. പിന്നെ അത് കറുപ്പിച്ച് കളഞ്ഞത് ഫസവ്വദതുഹു ഖതായ ബനി ആദം, മനുഷ്യരുടെ പാപങ്ങളാണ്. ആ പാപങ്ങൾ വലിച്ചെടുത്താണ് ഹജറുൽ അസ്വദ് കറുത്തുപോയതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ സംസം വെള്ളം മറ്റൊരായത്താണ്, അവിടെയുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ഒരിക്കലും വറ്റാത്ത നീരുറവയാണ് സംസം. ആ സംസം എന്തു ലക്ഷ്യം വെച്ച് കുടിച്ചാലും അത് ലഭ്യമാണ്. മാഉ സംസം ലിമാ ശുരിബലഹു, സംസം വെള്ളം എന്തു ലക്ഷ്യം വെച്ച് കുടിച്ചോ അത് നേടും. ഇൻ ശരിബ്തഹു തുരീദു ഷിഫാഅൻ ശഫാക്കല്ലാ, അള്ളാഹു രോഗം സുഖപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചാണ് കുടിച്ചതെങ്കിൽ നിന്റെ രോഗം സുഖപ്പെടും. വഇൻ ശരിബ്തഹു ലിളമഇൻ അർവാക്കല്ലാ, ദാഹം തീരണമെന്ന് കരുതിയാൽ അള്ളാഹു നിന്റെ ദാഹം തീർത്തു തരും. വഇൻ ശരിബ്തഹു ലിജൂഇൻ അശ്ബഅകല്ലാ, വിശപ്പ് കൊണ്ടാണ് സംസം കുടിക്കുന്നതെങ്കിൽ വയറ് നിറച്ചു തരും. ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് അള്ളാഹ് കുടിപ്പിച്ച വെള്ളം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മടം വിട്ടടിച്ച ഭാഗത്തു നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം. ജാഹിലിയ കാലത്തുള്ള ആളുകൾ തന്നെ ഈ സംസമിന് പേര് പറഞ്ഞിരുന്നത് ഷിബ് എന്നായിരുന്നു. കഴിഞ്ഞില്ല, ആ ആയാത്തും ബയ്യിനാത്തിൽ പെട്ടതാണ് ഹിജ്ർ ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഹിജ്ർ ഇസ്മായിൽ, അതുപോലെ തന്നെ മുൽത്തസം, അതുപോലെ തന്നെ മതാഫ്, ഇതെല്ലാം അതിൻ്റെ ചില ഭാഗങ്ങളാണ്. ഹിജ്ർ ഇസ്മായിൽ നമുക്കറിയാമല്ലോ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ തറ എന്നാണ് നേരെ അതിൻ്റെ അർത്ഥം. അതായത് അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടെ പടുത്തുയർത്തിയപ്പോൾ ഉള്ള
ആ കഅബാലയം അത്രയും വീതിയിൽ പിന്നീട് അതിൻ്റെ പുനർനിർമ്മാണം നടത്താൻ പിന്നീട് അറബികൾ പൊളിച്ചു പണിതപ്പോൾ കഴിഞ്ഞിട്ടില്ല. ഹലാലായ കല്ല് പൂർണ്ണമായി ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അന്നത്തെ ആ തറ അത് കഅബാലയത്തിന്റെ ഉള്ളിൽപ്പെട്ടതാണ്. അത് ബൗണ്ടറി തിരിച്ച് ഇന്നും അവിടെ തറ മാത്രം വെച്ച് ചുമരില്ലാത്ത രൂപത്തിൽ ഇപ്പോഴും ഒരു പൂമുഖം പോലെ ഒരു ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം. അതേ, നമ്മളെപ്പോലെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കഅബത്തിന്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാൻ കഴിയില്ല. രാജാക്കന്മാർക്കും മറ്റു മഹാന്മാർക്കുമൊക്കെ കഴിയൂ. എങ്കിൽ അതിന് ഒരവസരം കഅബയുടെ ഉള്ള് പുറത്തു തന്നെ ആക്കിയിട്ട് അല്ലാഹു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മുൽത്തസം, അതായത് ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലിന്റെയും ഇടയിൽ നമ്മൾ തങ്ങിക്കൂടുന്ന സ്ഥലമാണ് മുൽത്തസം. ജനങ്ങൾ എപ്പോഴും അവിടെ തങ്ങിക്കൂടും, അവിടുന്ന് ഇങ്ങോട്ട് വിട്ടുപോരില്ല. കാരണം ദുആഇന് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന സ്ഥലം മത്വാഫ്, കഅബക്ക് ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റും, കഅബക്ക് ചുറ്റും മസ്ജിദുൽ ഹറാമിന്റെയും കഅബയുടെയും ഇടയിലുള്ള വിശാലമായ മുറ്റം, അതാണ് മത്വാഫ്. ഏതാവട്ടെ അതില് മഖാമു ഇബ്രാഹിം പ്രത്യേകം എണ്ണുകയുണ്ടായി. എന്താണ് ഈ മഖാമു ഇബ്രാഹിം? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തിന്റെ നിർമ്മാണം നടത്തുമ്പോൾ അതിന്റെ നിർമ്മാണം ഒരൽപ്പം പരിധി വിട്ട് മുകളിലേക്ക് പൊങ്ങിയപ്പോൾ പിന്നെ കല്ലുകൾ എടുത്തു വെക്കാൻ പറ്റുന്നില്ല, ചുമരുകൾ പടുക്കാൻ തന്റെ പൊക്കം കൊണ്ട് എത്തുന്നില്ല. ആ സമയത്ത് ഒരു കല്ലെടുത്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് പടുത്തു. എന്നാൽ വീണ്ടും അടുത്ത കല്ല് വെക്കുമ്പോൾ അതും നടന്നേക്കാം. 2 or 3 കല്ല് വെക്കുമ്പോഴേക്ക് പിന്നെ വെക്കാൻ കഴിയില്ല. പിന്നെ വീണ്ടും ഈ കല്ലിന്റെ മുകളിൽ വേറൊരു കല്ല് വെക്കണം. അങ്ങനെ വെച്ചാൽ കുറച്ച് സമയം, കുറച്ച് കല്ലുകൾ മാത്രമേ പൊങ്ങിപ്പോകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലിലേക്ക് കയറണമെങ്കിൽ വീണ്ടും സ്റ്റെപ്പ് വേണം. ചുരുക്കി പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇക്കല്ല് സ്വയം ഇങ്ങനെ നീട്ടുകയും കുറുക്കുകയും ചെയ്തു. ലിഫ്റ്റ് സൗകര്യം ഈ കല്ലിൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് നൽകി. അങ്ങനെ അതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിൽ നിൽക്കും. മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം കല്ലെടുത്തു കൊടുക്കും, നേരെ അങ്ങ് കൊണ്ടുപോകും. യഥാസ്ഥാനത്ത് കല്ല് പടുത്തതിന്റെ ശേഷം കല്ല് താഴോട്ട് തന്നെ ഇറങ്ങി വരും ലിഫ്റ്റ് സമ്പ്രദായത്തിൽ. എന്നിട്ട് വീണ്ടും താഴെ നിന്ന് കല്ല് സ്വീകരിച്ച് വീണ്ടും പോകും. ഇതാണ് മഖാമു ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് കയറി നിന്ന ആ കല്ലിൽ ഇബ്രാഹിം നബിയുടെ ഫൂട്ട് പ്രിന്റ് പതിഞ്ഞു, അവിടുത്തെ കാൽപാദം പതിഞ്ഞു. ആ കാൽപാദം പതിഞ്ഞ സ്ഥലം ഇന്നും ഗ്ലാസിനുള്ളിൽ മഖാമു ഇബ്രാഹിം കഅബത്തിന്റെ മുറ്റത്ത് നമുക്ക് കാണാം. അന്ന് കഅബയുടെ ചുമരിനോട് ചേർന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ത്വായിഫീങ്ങളുടെ സൗകര്യത്തിന് തവാഫ് ചെയ്യുന്നവർക്ക് നിസ്കരിക്കുമ്പോൾ തവാഫ് ചെയ്യുന്നവർക്ക് നിസ്കാരക്കാരൊരു ശല്യമായി മാറും, നിസ്കരിക്കുന്നവർക്ക് തവാഫ് ചെയ്യുന്നത് ശല്യമാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിലുള്ള നിസ്കാരം അതിന്റെ ഇപ്പുറത്തുകൂടെ തവാഫ് സൗകര്യപ്പെടാൻ മഖാമു ഇബ്രാഹിമിനെ അതാ മത്താഫിന്റെ പകുതി ഭാഗത്തേക്ക് വലിച്ചു, കിഴക്കു ഭാഗത്തേക്ക് ദൂരത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അതാണ് ഇന്ന് നാം കാണുന്നത്. എന്നാൽ ഇന്ന് തിരക്ക് വർദ്ധിച്ച് അവിടെയും പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതി ഇങ്ങനെ പറിച്ചു കൊണ്ടുപോയാൽ അത് അവിടെ നിന്നൊക്കെ വിട്ടുപോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മഖാമു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദം പതിഞ്ഞ ഈ കല്ലാണല്ലോ മഖാമു ഇബ്രാഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, ഈ മഖാമു ഇബ്രാഹിമിന്റെ ചരിത്രമൊക്കെ മുത്തുനബി പറഞ്ഞു കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലാകാലത്തേക്ക് ഒരു ദൃഷ്ടാന്തമായി പതിഞ്ഞതാണ് എന്നും അള്ളാഹുവിന്റെ ഖുദ്റത്ത് കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചരിത്രത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മുത്തുനബിയോട് ചോദിച്ചു, അലൈസ നഖൂമു മഖാമ ഖലീലി റബ്ബിനാ, അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഇബ്രാഹിം മഖാമിൽ ഞങ്ങളൊന്ന് പോയി നിൽക്കട്ടെയോ നബിയെ? ആ ചരിത്രങ്ങളൊക്കെ ഓർത്ത് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ഞങ്ങളതിന്റെ പിറകിലൊന്ന് നിന്നോട്ടെ. ഇത്തരം മഹാന്മാരുമായി ബന്ധപ്പെട്ട ഇത്തരം ഷിആറുകളിലേക്ക് നോക്കരുത്, തൊടരുത്, അത് അടുക്കരുത് എന്നൊക്കെ പറയുന്ന ബിദ്അത്തുകാർക്ക് വലിയ മറുപടിയാണിത്. നബി തങ്ങൾ ഉടനെ പറഞ്ഞു, ബല, ഓക്കെ, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ
അതേ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അഫലാ നത്തഖിദുഹു മുസല്ലൻ യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അതിൻ്റെ പിറകിൽ വെച്ച് നിസ്കരിക്കട്ടെ. ആദ്യം ചോദിച്ചത് അങ്ങനെയാണ്. പിന്നെ ചോദിച്ചു, ഞങ്ങൾ നിസ്കരിക്കട്ടെയോ തങ്ങളെ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അള്ളാഹു തീരുമാനം തരട്ടെ എന്ന് പറഞ്ഞു. കാരണം നിസ്കാരമാണല്ലോ. ഇബ്രാഹിം മക്കാമിലേക്ക്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഫുട് പ്രിന്റിലേക്ക്, അവിടുത്തെ കാൽപാദത്തിലേക്ക് നെറ്റിത്തടം വെച്ചോട്ടെ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ള അള്ളാഹു എന്താ പറയുന്നത് എന്ന് നോക്കുക എന്ന് പറഞ്ഞ് തൽക്കാലം മൗനം ദീക്ഷിച്ചപ്പോൾ അതാ വരുന്നു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നബിയെ ഇബ്രാഹിം മഖാമിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം, അത് നിങ്ങളുടെ മുസല്ലയാക്കണം, നിങ്ങളുടെ നിസ്കാര സ്ഥാനമാക്കണം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം പോലെ അല്ലാഹു തആല ആയത്തിറക്കി കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഇത് ശിർക്കായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം പതിഞ്ഞിടത്തേക്ക് ഞങ്ങൾ സുജൂദ് ചെയ്യട്ടെ, സുജൂദ് അള്ളാഹുവിന് വേണ്ടി. പക്ഷേ ഈ മഹാനിലൂടെ ഈ വലിയ ഖുദ്റത്ത് കാണിച്ച റബ്ബിനെ ഓർത്തുകൊണ്ട്, ഈ മഹാന്റെ ഈ ചരിത്രങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഒരു സുജൂദ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവിടെ നിന്ന് പറഞ്ഞില്ല, ഉമറേ നിങ്ങളെ ഷിർക്കിൽ നിന്നൊക്കെ കരകയറ്റാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇന്ന് തൗഹീദിന്റെ വക്താക്കളായി മാറിയിട്ട് വീണ്ടും നിങ്ങൾ ആ ഷിർക്കിലേക്ക് തിരിച്ചു നടക്കുകയാണോ ഉമറേ എന്നല്ല ചോദിച്ചത്. അല്ലാഹു തആല എന്താണ് തീരുമാനം തരിക എന്ന് നോക്കുക. അപ്പൊ ആയത്തങ്ങിറങ്ങി, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ഇല്ല, ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ചു എന്നതുകൊണ്ട് മുശ്രിക്കാകൂല, അത് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യമല്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതിനെ തുടർന്ന് ബഹുമാനപ്പെട്ടവരുടെ ഈ കത്ത് നീണ്ടുപോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത് മാത്രാ പറഞ്ഞത്. അങ്ങനെ സൂറത്തുൽ ബഖറയിലെ 126, സൂറത്തുൽ ഹജ്ജിലെ 26, ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ ആയത്തുകൾ പറയുന്നു. ആ ആയത്തുകളൊക്കെ മൊത്തത്തിൽ ഒന്നർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് വിടാം.